ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്ന് ടാങ്ക് നോക്കിയപ്പോ കുറച്ച് മോളികളുള്ള കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കാം. അത്യാവശ്യം മോളികളുടെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ടാങ്കിനകത്ത് അത് നമ്മൾ അടുത്ത ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മള് കുറച്ച് ഗപ്പികളെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ഫാമിന്റെ ഉള്ളിലാക്കിയാണ് കയറുന്നത്. ഫസ്റ്റ് കയറുമ്പോൾ നമ്മുടെ ഈ ടാങ്കിനകത്താണെങ്കിൽ നമ്മുടെ മിക്സ്ഡ് ആയിട്ടുള്ള മീനുകൾ മാത്രമേ ഉള്ളൂ. ഫുള്ള് മിക്സ്ഡും നല്ല ഇയറുള്ള ഗപ്പിയൊക്കെ നല്ല ഇയറുള്ള ഗപ്പികളെ മാത്രമായിട്ട് എടുത്തിട്ട് മാറ്റി വച്ചേക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ടാങ്കുകളിൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ പതിയെ പിടിച്ച് മാറ്റാം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുമായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ടാങ്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഗോൾഡൻ കളറെ ഓസ്കാറാണ് എടുക്കണം. അവരെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കാണാൻ പറ്റുന്ന നോക്കട്ടെ. നിങ്ങൾക്ക് നോക്കാം, കാണാൻ പറ്റുന്നു തോന്നുന്നു. ഗോൾഡൻ കളർ ഓസ്കാറിനെ നമ്മുടെ ഹോപ്പറാണ് ഓസ്കാർ. അപ്പൊ ഇത് നമ്മൾ ഇന്നലെ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗപ്പിയാണ് നമ്മൾ സെയിലിന് ഇട്ടത്. വേറൊരു ഗപ്പി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് സെയിലെന്ന് വെച്ചാൽ 30 രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കാൻ പ്ലാനിട്ടേക്കണം. നേരിട്ട് വന്ന് കളക്ട് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് എടുത്ത മീനാണ്. ഇതിന്റെ പേരെന്ന് വെച്ചാൽ ഡംബോർ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ഇടാവേ, മറന്നുപോയി. പ്ലാറ്റിനം ഗിയറിന്റെ ഒരു ബ്രീഡാണ്. അപ്പൊ ഇത് പ്ലാറ്റിനം ഗിയറിന്റെ രണ്ടാമത്തെ ഇതാണ്. ഇതിപ്പോ ഇറങ്ങിയാന്ന് തോന്നുന്നു. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോൾ ടാങ്കാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അവരെ നമുക്ക് ഇങ്ങോട്ട് വിടാം. അപ്പൊ അവരെ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഈ റെഡിന്റെ കുറച്ച് കുഞ്ഞുങ്ങളെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പണ്ട് കുറച്ച് ഗപ്പികളെ വളർത്തിക്കൊണ്ടിരുന്ന ടാങ്കായിരുന്നു. ഇതിനകത്ത് നമ്മൾ നേരത്തെ സ്വിമ്പിനായിരുന്നു ഇട്ടോ. സ്വിമ്പിനെ കുറെയൊക്കെ മാറ്റി. ഇതിനകത്ത് സ്വിമ്പില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ 2-3 സ്വിമ്പിനെ ഇട്ടിട്ടുണ്ട്. എന്നാലും അത് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടന്റ് ആയിട്ട് ഇടുവേ. അപ്പോൾ ഉടനെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഉടനെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യണം. സമയം ഒരുപാടായിട്ടുണ്ട്. അത് നമ്മൾ ഇനി നോക്കണം. നമ്മളൊരു പ്ലാനറ്റ് ടാങ്ക് സെറ്റാക്കാൻ നോക്കിയതാണ്. ഇതിനകത്ത് നമ്മളൊരു വൈറ്റ് മോളിയ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റംബോറിന്റെ പഴയ ഒരു ലൈനേജാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സ്ഡ് ഗപ്പി ടാങ്കാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളൂ. ഇതൊരു ചെറിയ ടാങ്കിൽ നമ്മൾ സെറ്റാക്കി എടുത്താണ്, വില കുറഞ്ഞ രീതി. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ടാങ്കാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. 2-3 ഗപ്പികൾ കിടപ്പുണ്ട്. അത് അത്യാവശ്യം അസുഖമുള്ള ഗപ്പികളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വേർതിരിച്ചിട്ടേക്കണം. ഈ അസുഖമുള്ള ഗപ്പി എന്ന് വെച്ചാൽ ഗപ്പിക്ക് ഫംഗസ് പിടിച്ചിട്ട് ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇവരെ ഒരുമിച്ചാണ് ഇട്ടേക്കണം. അപ്പൊ നമ്മളിപ്പൊ നോക്കണത് നമ്മള് പണ്ട് നമുക്ക് ഇത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മള് രണ്ടാമത് ഇത് ഇവൻ എടുത്തില്ലേ, നമ്മളിതേ ഈ ഗപ്പി എടുത്തില്ലേ, ഈ ഹാഫ് റെഡിനെ എടുത്തപ്പോ ഒരു ഗപ്പിയെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ഷോർട്ട് വീഡിയോസിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുതാകുന്ന ഗ്രോത്ത് ആകുന്ന തുടങ്ങിയിട്ടുണ്ട്. സെയിലിങ്ങിനും ഇല്ല നമുക്ക്. നമ്മുടെ സെയിലിംഗ് എന്ന് വെച്ചാൽ ഇല്ലേ, അത് ഇവിടെ വന്ന് എടുക്കാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാവുന്നുള്ളൂ. ഇത് ഈ വീഡിയോയിൽ ഇടാൻ പറ്റില്ലായിരിക്കും. നമുക്ക് വേറെ വീഡിയോ, നമ്മുടെ ചെറിയ ഷോർട്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റും. പിന്നെ ഈ ടാങ്ക് നമുക്ക് ഉടനെ ഒന്ന് റെഡിയാക്കാൻ എടുക്കണം. പിന്നെ നമുക്കിത് പുറത്തേക്ക് പോവാം. അത് നമ്മൾ പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഈ ടാങ്ക് കുഞ്ഞുങ്ങളൊപ്പുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന്റെ വീഡിയോ നമ്മൾ ഷോർട്ടായിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ കമന്റിൽ നമുക്ക് ഇടാൻ പറ്റൂലായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോസിൽ കൂടുതൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.